ഇവിടെ കിടന്ന് വലിയ ഷോ ഇറക്കിയാലുണ്ടല്ലോ. പേടിപ്പിക്കില്ല മാഡം. ഞാൻ എൻ്റെ സർക്കാർ ടാഗ് ഇട്ട് വന്നിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിച്ചേനെ. പിൻഗാമി താൻ ഇവിടെ കിടന്ന് ഇത്ര വെച്ച് ഉണ്ടാക്കിയിട്ട് ആര് കാണാനാ? കാണാനുള്ളൊക്കെ ഫുൾ നാട്ടുകാരെ കണ്ടില്ലേ? ഇനി എന്ത് കാണാനാണ്? എന്താന്ന്? ഒന്നുമില്ല. എന്നാ താൻ പോയി എവിഡൻസ് കൊണ്ടുപോവാ. പരാതി സ്വീകരിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എവിഡൻസാ? തെളിവാണോ അല്ലേ? തെളിവ് കണ്ണു തുറന്ന് നോക്ക്. കഴിഞ്ഞ ദിവസം അവന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് കക്കൂസി പോകണ്ട വന്ന്. ആ സമയത്ത് ഏതോ കാലമട എന്റെ പാന്റ് എടുത്തോണ്ട് പോയി. അന്ന് തുടങ്ങിയ കഷ്ടകാലമാണ് ഇത്. ഇല്ലടോ വൈശാഖ. ഇതും എവിഡൻസ് ആയിട്ട് വെക്കണം. ഓഹോ, അപ്പൊ എല്ലാരും ഒരു ടീമാണ്. ഒരു ഭദ്രനും ഭദ്രകാളിയും അവളുടെ ഒരു ഉണ്ട കണ്ണ്. വാടാ. എന്താണോ വെച്ചിരിക്കണത്? HD ക്വാളിറ്റിയിൽ ഒന്നും കാണണോ? ഒരു ചെറിയ തൂറ്റിൽ തുടങ്ങിയത് പിന്നെ അതൊരു ആഭ്യന്തര പ്രശ്നമായിട്ട് മാറി. ഇവിടെ CCTV ഉണ്ടോ? ഭാഗ്യം, ഇല്ലെങ്കിൽ അതുകൂടി എന്റെ തലയിൽ വന്നേ. വൈശാഖ കഴിഞ്ഞോ? തുടങ്ങിയതേ ഉള്ളൂ. അന്ന മിഷമാർക്കത് നടക്കണ. അവന്റെ ഒലിപ്പിക്കല് അവരെ ആ വീഡിയോ കാണിക്കണ്ടായിരുന്നടാ. ഇവിടെ എവിടെയാണ് ഇരിക്കാറ്? അമ്മച്ചീര പരാതി എഴുതണം. ആർക്കാ എഴുതേണ്ടത്? ഈ പയ്യന്. ഇയാൾക്ക് അതല്ല, ആർക്കാ എഴുതേണ്ടതെന്ന്. ഈ കണ്ണാടി വെച്ച ഇവനാ എഴുതണ്ടേ? എടാ ഇവൻ ആരടാ? വലിയച്ഛന്റെ മോനാ. ഇവന് ഭ്രാന്തായ? അതുണ്ടല്ലോ. എടാ ഇത് ഏത് ഓഫീസിൽ കൊടുക്കാനാണെന്ന്? അതാണോ ചോദിച്ചത്? KSRTCക്കാണ് പരാതി. ഓ അങ്ങനെ പറ. അതെ. എന്താ ജോലി? ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ. എന്നിട്ടാണ് ഒരു അപേക്ഷ എഴുതാൻ അറിഞ്ഞൂടാത്തത്? ലോകത്തുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഇന്നവരെ സ്വന്തമായിട്ട് ഒരു പരാതി എഴുതിയിട്ടില്ല. മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ചാണ് അവർക്ക് ശീലം. നീ ആയിട്ടത് മാറ്റണ്ട. ഇല്ലില്ല. എന്താ പരാതി? കേരളത്തിലെ എല്ലാ KSRTC കംഫർട്ട് സ്റ്റേഷനും വൃത്തിയായി സൂക്ഷിക്കണം. ഹുക്ക് വെക്കണം. പുകവലിക്കരുത്, മുറുക്കി തുപ്പരുത്. മാത്രമല്ല കടാകടിയനായ ഒരു സെക്യൂരിറ്റി ഏത് സമയം വിന്യസിപ്പിക്കണം. പിന്നെ ഭിത്തിയിൽ ആരും നമ്പർ എഴുതിയിടരുത്. വിനോദ, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. അതെന്താ? എടാ, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. നീ നിന്റെ കാര്യം നോക്ക്. ഒരു തോർത്ത്, ഒരു സോപ്പ്, ഒരു എണ്ണ കുളിമുറിയിൽ വേണം. അതുകൂടെ ഒന്ന് എഴുതിക്കോ. കുളിപ്പിക്കാൻ ഒരാളെ കൂടെ ഏർപ്പാടാക്കാടാ. സൂപ്പർ, നല്ല പദ്ധതിയാ. അതെ അതെ, ആലോചിക്കുന്നതാ. ഇവിടെ ഇട്ടൊരു ഒപ്പിട്. ആ പേര് മറന്നല്ല. എത്രയാ മച്ചി? ഞാൻ ഇടണ്ടേ? 20. ഈ പിടിച്ചേ മച്ചി. ഐശ്വര്യ ഇട്ട് വെച്ചോളൂ. 200 ഇരിക്കട്ടെ. 40-40 കൊല്ലമായി ഞാൻ അപേക്ഷ എഴുതാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് പ്രശ്നം അല്ല, ഒരുപാട് അപേക്ഷകൾ എഴുതി കൊടുത്തിട്ടുമുണ്ട്. അവനവന്റെ ആവശ്യത്തിനല്ലാതെ പൊതുജനത്തിന്റെ ആവശ്യവും പറഞ്ഞിട്ട് ഒരാൾ ഒരു അപേക്ഷ ആവശ്യപ്പെടുന്നത് ആദ്യമായിട്ടാണ്. നാട് നന്നാക്കാൻ എല്ലാവരും പറയുമെങ്കിലും നാട് നന്നാക്കാൻ ഒരാളെത്തുന്നത് ആദ്യമായിട്ടാണ്. മക്കളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ. നീ പാടാണെന്ന് പൈസ വേണമെങ്കിലേ കരയണം. കരഞ്ഞാലേ കിട്ടൂ. പുസ്തകത്തിന് വലയടിക്കാനേ നിനക്ക് പറഞ്ഞിട്ടുള്ളൂ. വിശ്വസ്തയോട് വിനോദ തൈവളപ്പിൽ ഞാൻ തന്നെ. ഇയാളെന്റെ വീഡിയോ കണ്ടിട്ടില്ലെന്നോ? ഒന്ന് കാണിച്ചോ. വിനോദ വേണ്ട. അർത്ഥം വീഡിയോ കാണിച്ചില്ല. നാണോ? സോറി. അല്ല, സുഹൃത്തിന്റെ ജോലി എന്താണ്? ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ. ഓ, അപ്പൊ ഈ പാൻ്റാണ് പ്രശ്നം. പാന്റ് പോയത് മാത്രമല്ല പ്രശ്നം. കേരളത്തിലെ 90% ആളുകളും പാന്റ് ഇട്ടാണ് നടക്കുന്നത്. പിന്നല്ലാതെ KSRTC കംഫർട്ട് സ്റ്റേഷനിൽ അത്യാവശ്യമായിട്ടൊന്ന് തൂറാൻ പോണെങ്കിൽ ഇതെവിടെയെങ്കിലും കൊളുത്തിടണ്ടേ? അതിനൊരു ആണിയോ ഹുക്കോ വേണ്ടേ? ഇതൊന്നും ഉണ്ടായില്ല. പിന്നെ വൃത്തിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അല്ല, നമ്മള് ഗവൺമെന്റിന് ഇത് കൊടുക്കാനല്ലേ കഴിയുള്ളൂ. നമ്മുടെ ജനങ്ങളല്ലേ ഇത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാർ, ഒരു ക്യാമറ വെക്കണം. ക്യാമറ വെച്ചിട്ട് അതിനകത്ത് നടക്കുന്ന അനീതികളൊക്കെ പുറത്തു കൊണ്ടുവരണം. എന്നിട്ട് വേണം ഞാനകത്താവാൻ വേണ്ടിട്ട്. ദുബായിൽ KSRTC വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. ഇന്നൊരു പരാതി കൊടുത്താൽ അവർ ഇന്ന് തന്നെ തീർക്കും. നാളത്തേക്ക് ഒരു കാര്യം വെക്കൂല. UAE KSRTC കൊണ്ടോ? പിന്നെ കരാമ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ കമ്പനി അത് എന്തെങ്കിലും ആയിക്കോട്ടെ.
എന്തായാലും എനിക്ക് താങ്കളെ ഭയങ്കര ഇഷ്ടമായി. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ് കേരളത്തിന് ആവശ്യം. എനിക്ക് നിങ്ങളെ നല്ല പ്രതീക്ഷയുണ്ട്. താങ്ക് യു. എന്തായാലും നിങ്ങളുടെ ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചിരിക്കും. ഓക്കെ അപ്പൊ വിനോദേ, തീർച്ചയായിട്ടും സാർ, കാണാം. താങ്ക് യു. Good luck. താങ്ക് യു. വൈശാഖ, ഇങ്ങനെ തന്നെ വേണം. സാറിൽ ഞങ്ങൾക്ക് ചെറിയ പ്രതീക്ഷ വന്നു. ഓക്കെ. പോകാം. ഓക്കെ. ബൈ. പോയിട്ട് വരൂ. വാടാ. ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസം ഇതടാ. അതെ, എന്റെ ഫോൺ കണ്ടിരുന്നാടാ. നിന്റെ ഫോൺ അങ്ങനെ എന്റെ കയ്യിൽ, എന്റെ ഫോണല്ല എന്റെ കയ്യിൽ. അതെ അതെ, ആ എനിക്ക് തോന്നുന്നേ ഞാൻ ഫോൺ അവിടെ വെച്ച് മറന്നുപോയിന്ന്. ഞാൻ പോയി അത് എടുത്തിട്ട് വരാം, നീ ഒന്ന് വായിച്ചിരിക്കേ. വയറിലായപ്പൻ ചെറുക്കന്റെ കിളി പോയെന്ന് തോന്നുന്നു. ആ താൻ എൻ്റെ അപേക്ഷ കീറിക്കളഞ്ഞല്ലേ? താനിപ്പോൾ കീറിക്കളഞ്ഞതൊരു പേപ്പർ മാത്രമല്ല, ഒരു പൗരന്റെ അവകാശം കൂടിയാണ്. സർക്കാർ സാലറി വാങ്ങിയിട്ട് തെണ്ടിത്തരം കാട്ടുന്നോടാ തെണ്ടി. പിന്നെ നിന്റെയൊക്കെ തീട്ടപ്പരാതി പരിഹരിക്കലല്ലേ എന്റെ ജോലി. ഇത് പോടാ അവിടുന്ന്. വൈശാഖ, എങ്ങനെയൊന്നുമല്ലോ പറഞ്ഞത്. ആവശ്യമില്ലാത്ത ആശ പറ്റിക്കണം. എവന്റെ പരാതി എവന്റെ മുന്നിൽ വെച്ചിട്ട് വലിച്ചു കയറണം. വൈശാഖ വിടാൻ. വിടില്ല. വൈശാഖ, ഒരു സാധാരണക്കാരന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തല്ലാനുള്ള അവകാശമില്ല. വിട്ടെ. ഓക്കെ കേട്ടാ, പക്ഷെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ തല്ലാനുള്ള അവകാശമുണ്ട്. പിടിച്ചോ, ഒന്നുകൂടി പിടിച്ചോ. പിടിച്ചോ, പിടിച്ചോ. മതിയാ, പറ്റിക്കോ. അണ്ണാക്കി പിരിയോട്ടിയോട്ട് ഇങ്ങനെ ഇരുന്നോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാട്ടാ. കാണിച്ചു തരാം, ശരിയാക്കി തരട്ടാ. ആ, വിനോദ് സസ്പെൻഷനിലായതും വിവാഹം മുടങ്ങിയ കാര്യമൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പോഴൊക്കെ അറിഞ്ഞല്ലോ, സന്തോഷായില്ലേ? എനിക്കെന്താ സന്തോഷം? എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. ഇവിടുത്തെ സിസ്റ്റം ശരിയായിരുന്നെങ്കിൽ ഇത് പോയപ്പോൾ എനിക്കല്ലേ പോയുള്ളൂ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന നിലയിൽ എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്. ആഹാ, നിങ്ങൾ പരിമിതി കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? എന്താ ചെയ്യണ്ടെന്നേ എനിക്കറിയാട്ടാ. അവളൊരു ഫുഡ് സേഫ്റ്റി ഓഫീസർ വന്നേക്കണം. എടാ നേരെ ചൊവ്വ പണിയടാ. ഓ സുരേഷ്, നമുക്ക് ചായ കുടിക്കാം. നീ പറഞ്ഞേ ചായ കുടിക്കാൻ. പിന്നെ ഞാൻ ഇല്ലാതെ എങ്ങനെ പോകും? എടാ ഇതുകൊണ്ട് ഇട്ടിട്ട് പാടാ. അതൊക്കെ പിന്നെ ഇട്ടാ എന്തോന്നത് ഇത്? ഇന്നത്തെ പൈസ നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഇന്നലത്തെ ഞാനല്ലേ കൊടുത്തത്. പിന്നെ കൊടുക്കാൻ മടിയെന്ത്? ഇന്നും കൂടെ ഞാൻ കൊടുക്കും. പിന്നെ നാളെ ചായ പത്രം കുടിച്ചാൽ പോരാ. പൊറോട്ട ഇറച്ചി കൂടി കഴിച്ചാൽ നല്ലതായി. നാളെ മുതൽ നീ കൊടുക്കണം കേട്ടോ. മതി, താല്പര്യം. എൻ്റെ പേര് വിനോദ്. ടൗൺ പ്ലാനിംഗ് ബോർഡ് ഓഫീസിലാണ് ജോലി. മാവേലിക്കരയാണ് സ്വദേശം. അച്ഛൻ്റെ പേര് പ്രശാന്തൻ, അമ്മയുടെ പേര് ശാരിക. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവരും കണ്ടോളൂ. വിനോദിനോട് കളിക്കില്ലേ കേട്ടോ. CCTV.